ധർമ്മടം സ്വാഭാവികമായ ഒരു ജനകീയ പ്രതിഷേധം അതിലെടുക്കാവുന്ന കേസുകളൊക്കെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള അന്യായമായി കൂട്ടം ചേരൽ, അതുപോലെ തന്നെ ഈ പൊതുമുതൽ നശിപ്പിക്കൽ, പോലീസുകാരനെ മർദ്ദിക്കൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അങ്ങനെ വകുപ്പുകൾ ഏറെയുണ്ട്. ഈ വകുപ്പുകളിലെല്ലാം സ്വാഭാവികമായ നടപടിക്രമമായ അറസ്റ്റ് നീങ്ങുമെങ്കിലും പി.വി. അൻവർ എം.എൽ.എ ആ അറസ്റ്റിനെ വ്യാഖ്യാനിക്കുന്നത്, അതിന്റെ ആംഗിൾ മാറ്റുന്നത് വേറെ രീതിയിലാണ്. ഭരണകൂട ഭീകരത അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ പോലീസ് വേട്ട എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പി.വി. അൻവർ എം.എൽ.എയുടെ ആരോപണങ്ങളെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? ടി.ഡി, ഇതിൽ സുഹൈൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി.വി. അൻവറിന്റെ ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയവും പിണറായി വിരുദ്ധവും മാത്രമാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങൾ സർക്കാരിനുണ്ടായിരുന്നു, ആഭ്യന്തര വകുപ്പിനുണ്ടായിരുന്നു. പി.വി. അൻവർ ഇങ്ങനെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തും, അതിൽ മാർച്ചിൽ സംഘർഷം ഉണ്ടാകും, ഇതിന് പുറകിൽ ഒരു ഗൂഢാലോചന നടന്നിരുന്നു എന്ന് കൃത്യമായ വിവരം ആഭ്യന്തര വകുപ്പിന് ലഭിച്ചിരിക്കുന്നു, DGPക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വളരെ കരുതലോടുകൂടി നീങ്ങിയത്. ഏറ്റവും ഒടുവിൽ അൻവറിനെ പ്രതിയാക്കാനുള്ള തീരുമാനമെടുക്കുന്നത് പോലും വലിയ കൂടിയാലോചന നടത്തിയതിനു ശേഷമാണ് പോലീസ് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ഗൂഢാലോചന ഇതിന് പുറകിൽ നടന്നു. സ്വാഭാവികമായ ഒരു പ്രതിഷേധം, ഒരു ജനകീയ പ്രതിഷേധമല്ല, അതിലപ്പുറത്തേക്കുള്ള ഒരു 120B വരാവുന്ന രീതിയിലുള്ള ഒരു കോൺസ്പിറസി ഇതിന് പുറകിൽ ഉണ്ടായിരുന്നു എന്ന് പോലീസിന് വിവരം ലഭിച്ചു. രണ്ടാമത്തെ കാര്യം, ഇതിലൊരു കലാപാഹ്വാനവും അതുപോലെ പൊതുമുതൽ നശിപ്പിക്കലും അതുപോലെ ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിയിലെ കൃത്യം നിർവഹണം തടസ്സപ്പെടുത്തിക്കൊണ്ട് ആക്രമിക്കുക, ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരു MLA അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലായിരുന്നു പോലീസിന്റെ സംശയം. അതിൽ പോലീസ് തലപ്പത്ത് നിന്നും കൃത്യമായ വ്യക്തത വരുന്നു. തുടർന്ന് അറസ്റ്റ് നടപടിയിലേക്ക് കടക്കുന്നു. പക്ഷേ പോലീസ് എല്ലാ നിയമപരമായ ചട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ അറസ്റ്റിലേക്ക് കടന്നത് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കാരണം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നിയമവിദഗ്ധരുമായുള്ള കൂടിയാലോചന പോലും ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു MLA അറസ്റ്റ് ചെയ്യുമ്പോൾ ചട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ആ ചട്ടങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് ഈ അറസ്റ്റ് നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സുഹൈൽ, ഡിഡി, ഈ പാർട്ടിയെയും ഒപ്പം സർക്കാരിനും പ്രതിക്കൂട്ടിലാക്കിയ നിരവധി ആരോപണങ്ങൾ കളം മാറി ചവിട്ടിയത് മുതൽ പി.വി. അൻവർ എം.എൽ.എ ആവർത്തിക്കുന്നുണ്ട്. അതിലൊക്കെ കേസെടുത്ത് അന്വേഷണം നടക്കുന്നുണ്ട്. അവിടെയൊന്നും ഉണ്ടാകാത്ത അറസ്റ്റ് നടപടി ഇത്തരത്തിൽ ഇപ്പോൾ സർക്കാർ കക്ഷിയല്ലാത്ത, അതായത് സർക്കാരിനെതിരെയോ പാർട്ടിക്കെതിരെയോ ഉള്ള ഒരു ആരോപണമല്ലാത്ത ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസിൽ ഇങ്ങനൊരു അറസ്റ്റ് രാത്രി വൈകി ഉണ്ടാകുമ്പോൾ, അതായത് ഉച്ചയ്ക്കാണ് FIR എടുക്കുന്നത്, രാത്രി ധൃതി പിടിച്ച് വീട് വളഞ്ഞൊക്കെ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ അത്തരത്തിലൊരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് പി.വി. അൻവർ എം.എൽ.എ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ ഒരു മൈലേജായി മാറാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് നേരത്തെ യൂത്ത് ലീഗിന്റെ പ്രതിനിധി ഫിറോസ് അടക്കം പറഞ്ഞത് പോലീസ് വേട്ടയാണെന്ന്. അത്തരത്തിൽ പോലീസിനെതിരെ ഒരു വിമർശനം, പി.വി. അൻവറിന് അനുകൂലമായൊരു ട്രെൻഡ് അത് ഈ സംഭവത്തിൽ ഉണ്ടാക്കാൻ പി.വി. അൻവർ എം.എൽ.എക്ക് സാധിക്കില്ല ഈ ഒരു സാഹചര്യത്തിൽ. സുഹൈൽ, PK ഫിറോസ് ഉൾപ്പെടെ, അല്ലെങ്കിൽ അത് യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി, പക്ഷേ ഇത് അപ്പുറത്തേക്ക് പ്രതിപക്ഷം ഉൾപ്പെടെ ഇതിൽ പോലീസിനെതിരായും ആഭ്യന്തര വകുപ്പിനെതിരായും അൻവറിന് അനുകൂലമായുള്ള പ്രതികരണം തന്നെയാണ് രാഷ്ട്രീയമായി ഉണ്ടാവുക. പക്ഷേ അതിലപ്പുറത്തേക്ക് ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ അൻവർ പ്രതിയായ കേസുകളുണ്ട്. ആ കേസുകളിലൊന്നും തന്നെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാതെ ഇത്തരത്തിലുള്ള അറസ്റ്റിലേക്ക് പോയത്, ഇതിന് പുറകിൽ ഒരു കലാപാഹ്വാനവും ഗൂഢാലോചനയും ഉണ്ട് എന്ന് കൃത്യമായ വിവരം ആഭ്യന്തര വകുപ്പിനുണ്ട്, പോലീസ് തലപ്പത്ത് അത് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു രാജ്യദ്രോഹ കുറ്റം പോലും ചുമത്തപ്പെട്ട കേസാണ് SOG, അതായത് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ രഹസ്യങ്ങൾ പി.വി. അൻവർ എം.എൽ.എ ചോർത്തി എന്നുള്ളത്. അത് മഞ്ചേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിന്റെ അന്വേഷണം നടക്കുകയുമാണ്. അതിൽ വേണമെങ്കിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് നോൺ ബെയിലബിൾ ഒഫൻസിൽ പി.വി. അൻവർ എം.എൽ.എ അറസ്റ്റ് ചെയ്യാമായിരുന്നു. അത് പോലീസ് ചെയ്തിട്ടില്ല. പക്ഷേ എന്നാൽ ഈ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ ഒരു അക്രമത്തിനും കലാപത്തിനും ആഹ്വാനം ചെയ്തുകൊണ്ട് പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് ഒരു MLA കടക്കുമ്പോൾ അത് സ്വാഭാവികമായും ജനങ്ങളിൽ ഉണ്ടാകുന്ന പ്രതികരണം, അല്ലെങ്കിൽ ഒരു ആഭ്യന്തര വകുപ്പിന്റെയും പോലീസിന്റെയും നടപടികളിൽ ഉണ്ടാകുന്ന പേരുദോഷത്തിനിടയാക്കും. ഇത്തരം കാര്യങ്ങളും മറ്റ് നിയമ വിദഗ്ധരുമായുള്ള കൂടിയാലോചനയ്ക്കും ശേഷമാണ് ഒരു അറസ്റ്റിലേക്ക് കടന്നത്. രാഷ്ട്രീയമായി ഇത് പ്രതിപക്ഷത്തിന് ചിലപ്പോൾ പോലീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയുമുള്ള ആരോപണമായി ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. കാരണം പി.വി. അൻവർ നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി, ADGP MR അജിത് കുമാർ, ഇവരെ എല്ലാം ആക്രമിച്ചുകൊണ്ടുള്ള പ്രതികരണവുമായി വന്നു.